എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു വൻ പട്ടിക തന്നെ ഒപ്പുവെച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത്. അമേരിക്കക്കാരല്ലാത്തവർക്ക് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തീരുമാനങ്ങളായിരുന്നു അവയിൽ പലതും. അമേരിക്കൻ പൗരത്വമില്ലാത്ത മാതാപിതാക്കളുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുമായിരുന്നു. ഇതാണ് ട്രംപ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി യുഎസിൽ പ്രവേശിച്ച മാതാവിനും യുഎസ് പൗരത്വമോ റെസിഡൻസ് പെർമിറ്റോ ഇല്ലാത്ത പിതാവിനും ജനിക്കുന്ന കുട്ടികൾക്കും ജോലി, ടൂറിസം, പഠനം തുടങ്ങിയ താൽക്കാലിക ആവശ്യങ്ങൾക്കായി നിയമപരമായി യുഎസിലുള്ള മാതാവിനും യുഎസ് പൗരത്വമോ റെസിഡൻസ് പെർമിറ്റോ ഇല്ലാത്ത പിതാവിനും ജനിക്കുന്ന കുട്ടികൾക്കും യുഎസ് പൗരത്വം ലഭിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ എടുത്തുമാറ്റിയിരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് യുഎസിലെ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കുട്ടികളെയും ഗ്രീൻ കാർഡ് കിട്ടാൻ കാത്തിരിക്കുന്നവരെയും ഇത് ഉടനടി ബാധിക്കും. പല ഇന്ത്യൻ കുടുംബങ്ങളും ജന്മാവകാശ പൗരത്വത്തെ വൻതോതിൽ ആശ്രയിച്ചിരുന്നു. ഇപ്പോൾ നിർദ്ദിഷ്ട നയമാറ്റത്തോടെ ഈ കുടുംബങ്ങൾക്ക് ഗ്രീൻ കാർഡുകൾക്കായി കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. യുഎസിൽ ജനിച്ച അവരുടെ കുട്ടികളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാകും. 21 വയസ്സ് തികയുകയും യുഎസ് ഇമിഗ്രേഷൻ നിയമപ്രകാരം ആശ്രിതരായി യോഗ്യത നേടാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് യുഎസ് വിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊരു വിസയിലേക്ക് മാറേണ്ടി വരും. 5.4 ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാരാണ് അമേരിക്കൻ കുടിയേറ്റ സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗം. അവരിൽ പലരും ഗ്രീൻ കാർഡ് കിട്ടാനായി ദീർഘകാലമായി കാത്തിരിക്കുകയാണ്. പുതിയ ഉത്തരവ് അവരുടെ കാത്തിരിപ്പ് സമയം നീളുന്നതിന് കാരണമാകും. ട്രംപ് ഈ അവകാശം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഈ നിയമം നിലവിൽ വരാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു. ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരും പൗരാവകാശ അഭിഭാഷകരും ട്രംപിനെതിരെ പരാതി നൽകിയിരുന്നു. 22 സംസ്ഥാനങ്ങളും ട്രംപിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്.